നമസ്കാരം. യുവതലമുറ ഓർക്കുക, അഭ്യാസ പ്രകടനമല്ല ജീവിതം എന്നത്. റോഡിൽ കാറുകളിൽ അഭ്യാസ പ്രകടനം നടത്തുന്നവർ മറ്റു യാത്രക്കാർക്കും നാട്ടുകാർക്കും ജീവഭയം സൃഷ്ടിക്കുന്നു. വലിയ വീതിയില്ലാത്ത റോഡിൽ അമിത വേഗത്തിലോടുന്ന കാറിൽ നിന്നു പുറത്തേക്ക് ഉയർന്നു നിന്ന് ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുകയും സാഹസിക പ്രകടനം നടത്തുകയും ചെയ്യുന്നവർ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നു. മോട്ടോർ വാഹന വകുപ്പ് പതിവായി നടപടിയെടുക്കുന്നുണ്ടെങ്കിലും ഇത്തരക്കാർ വീണ്ടും അഭ്യാസ പ്രകടനവുമായി റോഡിലിറങ്ങുന്നതാണ് കാണുന്നത്. കാറിൽ നീന്തൽ കുളമൊരുക്കി യാത്ര ചെയ്ത വ്ളോഗറുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഈയിടെ ആജീവനാന്തം റദ്ദാക്കുകയുണ്ടായി. സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച നിയമലംഘനങ്ങൾ മറ്റുള്ളവർ അനുകരിക്കുമോ എന്ന ആശങ്കയാണ് നിയമ നടപടി കടുപ്പിക്കാൻ മോട്ടോർ വാഹന വകുപ്പിനെ പ്രേരിപ്പിച്ചത്. വാഹനത്തിൽ വെള്ളം നിറച്ചു യാത്ര ചെയ്ത് പൊതുജനങ്ങളുടെ ജീവന് അപകട സാധ്യത ഉണ്ടാക്കുക, അമിത വേഗത്തിൽ വാഹനമോടിക്കുക, വാഹനമോടിക്കുമ്പോൾ തന്നെ വീഡിയോ ചിത്രീകരിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ലൈസൻസ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കിയത്. വ്ളോഗർമാരുടെയും യൂട്യൂബർമാരുടെയും മോട്ടോർ വാഹന നിയമലംഘനങ്ങളുടെ വീഡിയോകൾ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് യൂട്യൂബ് മോഡറേഷൻ ടീമിനു ട്രാൻസ്പോർട്ട് കമ്മീഷൻ കത്തു നൽകിയെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിക്കുകയുണ്ടായി. ഇത്തരം വീഡിയോകൾ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നുണ്ടെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷൻ യൂട്യൂബിന് അയച്ച കത്തിൽ വ്യക്തമാക്കി. വ്ളോഗർമാരും യൂട്യൂബർമാരും നടത്തുന്ന ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരായ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. ഏറ്റവും വേഗത്തിൽ നിശ്ചിത ദൂരം ബൈക്കോടിച്ചു തിരിച്ചെത്താൻ വേണ്ടിയുള്ള മത്സരയോട്ടവും കേരളത്തിൽ പലയിടത്തും നടക്കുന്നുണ്ട്. അപകടങ്ങൾ ഉണ്ടാവുന്നുമുണ്ട്. അമിത വേഗത്തിൽ റേസിംഗ് ബൈക്കുകൾ ഓടിച്ചിട്ടുണ്ടാവുന്ന അപകടങ്ങളെ കേരളം ഗൗരവത്തോടെ കണ്ടേ തീരൂ. സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകാൻ വേണ്ടിയാണ് മിക്കപ്പോഴും ഇത്തരം മരണപ്പാച്ചിൽ. യുവതലമുറ ചിന്തിക്കുക, നമ്മുടെ റോഡുകൾ റേസ് ട്രാക്കല്ലെന്ന് യുവതലമുറ ഓർക്കണം. റേസിംഗ് ഒരിക്കലും പൊതുവഴിയിൽ നടത്തേണ്ടതല്ല. ഇങ്ങനെ അഭ്യാസം കാട്ടുന്ന മിക്കവരും പരിശീലനം കിട്ടിയവരല്ല. സംസ്ഥാനത്ത് ഇരുചക്ര വാഹനാപകടങ്ങളും മരണവും വർദ്ധിക്കുന്നുവെന്ന കണക്കുകളോടൊപ്പം അപകീർത്തിപ്പെടുന്നവരിൽ ഏറെയും ചെറുപ്പക്കാരാണെന്ന യാഥാർത്ഥ്യം കൂടി ചേർത്തുവെക്കണം. റോഡ് മര്യാദകൾ പാലിക്കുന്നവരാണ് നിരത്തുകളിൽ വാഹനം ഓടിക്കേണ്ടതെന്ന് ഉറപ്പാക്കിയേ തീരൂ. റോഡ് നിയമങ്ങളും ഡ്രൈവിംഗ് സംസ്കാരവും നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നത് പരമപ്രധാനമാണ്. റേസിംഗ് ഭ്രാന്തിന്റെ പേരിലുള്ള ഇരുചക്ര വാഹനാപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാരിനൊപ്പം രക്ഷിതാക്കളെ കൂടി ശ്രദ്ധയും സജീവമായ ഇടപെടലും ഉണ്ടാവുകയും വേണം. തങ്ങളുടെ റീലിനു പരമാവധി ലൈക്ക് കിട്ടാൻ മറ്റുള്ളവരെ കൂടി അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന മരണദൂതരായി തന്നെ ഇവരെ കാണേണ്ടതുണ്ട്.